വക്താക്കളെ. ബംഗാളിൽ അവസാന കാലത്തുണ്ടായതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കതാ പിണറായി വിജയനോട് ഇഷ്ടം. ഇവൻ തന്നെയാ പ്രശ്നം. ഇതിലൊരു ബാധയെ ആവാഹിച്ചിരുത്തിയിട്ടുണ്ട്. ഇരിക്കുന്നവരെ മുടിയും കുഴിച്ചു മൂടി വാഴ വെച്ചിട്ട് പുള്ളി പോകുള്ളൂ. അത് തീർത്തിട്ടേ പോകുള്ളൂ. എനിക്ക് ഏക താല്പര്യം അദ്ദേഹത്തിനോട് അതാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കള്ളന്മാർക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്ന പെരുങ്കള്ളനായി മാറിയിരിക്കുന്നു. ഇതിന്റെ അന്തകനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തീർത്തിട്ടേ പോകുള്ളൂ. ഞാൻ എന്താ അതിൽ ചെയ്യാൻ പറ്റുക? വരുന്നിടത്ത് കാണാം, അത്രയല്ലേ, മറ്റൊന്നും പറയാൻ പറ്റൂല. രണ്ടാം പിണറായി സർക്കാർ 3 വർഷം പൂർത്തിയാക്കുകയാണ്. തുടർഭരണമടക്കം മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ 8 വർഷം പൂർത്തിയാക്കുന്നു. എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? നവകേരളം ഉയർന്നുവെന്ന് CPM-ഉം ഇടതുമുന്നണിയും അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കുമ്പോൾ നിരാശയുടെ തുടർഭരണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നാട്ടുകാർക്ക് രണ്ടാം പിണറായി സർക്കാരിന് CPM 10-ൽ എത്ര മാർക്ക് നൽകും? 10 മാർക്ക് നൽകും. കേരളത്തിന് മുന്നിൽ ഇതുപോലൊരു സർക്കാർ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അഭിമാനിക്കാൻ കഴിയുന്ന വികസന നിറവുകളാണ്. ഒന്നതരമായിരിക്കുന്നു. വെറുതെ പറയണമെന്നായിരിക്കരുത്. വണ്ടർഫുൾ. എന്തായാലും സർക്കാരിന്റെ ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ കാണുന്നത് CPM-ന്റെ കൗണ്ട് ഡൗൺ ആയിട്ടാണ് അത് കാണുന്നത്. എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും. ഇപ്പൊ രണ്ടാം പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു സർക്കാർ ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നോ എന്ന് സംശയമാണ്. അതെല്ലായിടത്തും കാണാം. ആഭ്യന്തരമന്ത്രിയുടെ വകുപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ അവസ്ഥ എന്താ? ഗുണ്ടകളുടെ നാടായിട്ട് കേരളം മാറി. എല്ലാരോടായിട്ട് പറയാന് എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ഛനും പുത്തരിയല്ല. ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാക്കുന്ന രീതിയിൽ ഗുണ്ടകൾ മാറിയിരിക്കുകയാണ്. ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കാണ്. പോലീസ് നിർവീര്യമായി നിൽക്കുക. പഴയ സർക്കാർ തന്നെയാണ് അധികാരത്തിലിരിക്കുന്നത് കരുതിയാണ് പോലീസിന് യാതൊരു ജാഗ്രതയും ഇല്ലാത്തതെന്ന് മുഖ്യമന്ത്രി. ഗുണ്ടകൾ പാർട്ടി നടത്തുന്നു. സിനിമകളിൽ നിന്ന് പ്രയോജനം ഉൾക്കൊണ്ടായിരിക്കണം പാർട്ടികൾ നടത്തുന്നു. അങ്ങനെ എന്തെല്ലാം കാണാൻ കിടക്കുന്നു. ഒരാളെ വെട്ടിക്കൊന്നിട്ട് ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ ചെന്ന് ഗുണ്ടകൾ കൊണ്ട് ഇടുകയാണ്. എന്നിട്ട് അവിടെ അരമണിക്കൂർ നിന്ന് ആക്രോശിക്കുന്നു. ഓ, നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ ഇടപെടുന്നില്ലേ? എൻജോയ്. സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് ഒരാളുടെ കാല് വെട്ടിയിട്ട് ബൈക്കിലൂടെ പരേഡ് നടത്തുന്നു. നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? പെൻഷൻ ഇപ്പൊ പറയുകയാണ് വലിയ കാര്യത്തിൽ. എന്തായിരുന്നു പെൻഷന്റെ വാഗ്ദാനങ്ങൾ? 7 മാസക്കാലത്തെ പെൻഷൻ ഇപ്പോഴും ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കിട്ടിയ കാശൊക്കെ ഞാൻ പുട്ടടിച്ചു. എല്ലാത്തിനും കേന്ദ്ര സർക്കാരിന്റെ കിട്ടാനുള്ള പണത്തെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു കൊള്ളാവുന്ന കുടുംബത്തിലെ ആളാണെന്ന് വിചാരിച്ചത് എന്റെ തെറ്റ്. എന്ത് പറഞ്ഞാലും എന്റെ ഇപ്പൊ കാശില്ല. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ്, ഇത് കൗണ്ട് ഡൗൺ ആണ്. കേരളത്തിൽ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കുഴിച്ചു മൂടാൻ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജി അനിവാര്യമായിരിക്കുകയാണ്. അതിനെ അവസാനത്തെ ആണിയടിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. സർ. ഗുഡ്.